ആലഞ്ചേരി പിതാവിനെ നമ്മൾ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അദ്ദേഹം ഒരു ജീവിക്കുന്ന വിശുദ്ധൻ തന്നെയാണ്. സഭ ഇത്രയും തകർച്ചയിലേക്ക് പോകുമ്പോൾ ആലഞ്ചേരി പിതാവ് ജോമോന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഇനിയെങ്കിലും ആലഞ്ചേരി പിതാവ് പക്ഷേ വാ തുറക്കണം. കാരണം ബെറ്റർ ഈവിൾ അല്ലെങ്കിൽ മികച്ച നന്മ തിരഞ്ഞെടുക്കണമെന്നുള്ളത് ആലഞ്ചേരി പിതാവ് ഉൾപ്പെടെ എല്ലാ മെത്രാന്മാരും വൈദികരും അവർ സെമിനാരി ജീവിതകാലത്ത് അവർ പഠിച്ച തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും എല്ലാം അവർ വിശദമായി പഠിച്ചിട്ടുണ്ടാവും അല്ലെ. രണ്ട് കാര്യങ്ങൾ ചോയ്സ് ആയിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ അതിലേതാണോ മികച്ച നന്മ അല്ലെങ്കിൽ ഏതാണോ കുറഞ്ഞ തിന്മ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്യാവശ്യമായിട്ട് ആലഞ്ചേരി പിതാവ് വാ തുറന്നേ പറ്റുള്ളൂ. ഇനിയും മെത്രാന്മാരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നാൽ ആലഞ്ചേരി പിതാവ് മനഃപൂർവ്വം ഈ സഭയെ നശിപ്പിച്ചതായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും. പ്രിയപ്പെട്ട ആലഞ്ചേരി പിതാവെ, പിതാവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ സഭ ഇത്ര മോശമായ അവസ്ഥയിലെത്തിയപ്പോൾ അതിൽ മെത്രാന്മാർ ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ ആലഞ്ചേരി പിതാവെ. അല്ലാതെ ഇവരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ സഭയെ, നമ്മുടെ സഭയെ, ഇത്രയും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സഭയെ, കർത്താവ് തുടങ്ങി വെച്ച സഭയെ നശിപ്പിക്കാൻ അങ്ങ് കൂട്ടുനിൽക്കരുത്. അങ്ങ് എത്രയും പെട്ടെന്ന് തെളിവുകളുമായി പുറത്തേക്ക് വന്നേ പറ്റുള്ളൂ. ആലഞ്ചേരി പിതാവിന് ഇനിയും നിശബ്ദനായിട്ടിരിക്കാൻ സാധിക്കില്ല. അത് ഇവർ ചെയ്യുന്നത് പോലെ ആയിപ്പോവും. ഇപ്പം പാമ്പ്ളാനി ചെയ്യുന്നത്, അവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുന്നത് മൂലം അവരെന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് അല്ലേ, വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം മണവാളനെതിരെ ശിക്ഷകളുടെ കൂടെ, ശിക്ഷാ നടപടികളുടെ കൂടെ മണവാളൻ കാണിക്കുന്ന പിന്നീടുള്ള തെറ്റുകളും ഉണ്ടാകും എന്ന് പറഞ്ഞ പാമ്പ്ളാനി അതെല്ലാം മറന്നു എന്ന് പറഞ്ഞതുപോലെ ആലഞ്ചേരി പിതാവാകാൻ പാടില്ല. പിതാവിനെ വേദനിപ്പിക്കാൻ പറയുകയല്ല, പിതാവിനോട് സ്നേഹമുള്ള ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ യാഥാർത്ഥ്യത്തിൽ ആലഞ്ചേരി പിതാവ് ഓപ്പണായിട്ട് പുറത്തു വന്നേ പറ്റുള്ളൂ.